ഇന്ത്യയുടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനം ബ്രിട്ടീഷ് പട്ടാളക്കാരെയോ ബ്രിട്ടീഷ് ഭരണാധികാരികളെയോ കൊന്നിട്ടല്ലായിരുന്നു. കൊന്നിട്ട് തന്നെ വേണം എന്ന് കരുതി സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ വേറെ നിരവധി ഗ്രൂപ്പുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഝാൻസി റാണിയുടെയൊക്കെ വീരേതിഹാസങ്ങൾ നമ്മൾ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഭഗത് സിംഗിനെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്, സുഭാഷ് ചന്ദ്രബോസിനെയും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അവരെല്ലാം ലോകത്തെ ആ ഒരു പാരമ്പര്യം അനുസരിച്ച് ബ്രിട്ടീഷുകാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് കൊന്നൊടുക്കി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്ന് ഓടിപ്പിച്ച് വിട്ട് നമുക്ക് ഈ രാജ്യം പിടിച്ചെടുക്കുക, നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കുക എന്നുള്ള ആശയമായിരുന്നു. നമുക്കതിൽ അതേവരെയുള്ള ലോകത്തിൻ്റെ ചിന്താഗതി വെച്ച് തെറ്റു പറയാൻ പറ്റില്ല. അതായിരുന്നു നാട്ടു നടപ്പ്. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കിയാൽ മോശയുടെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, അതൊരു പുരോഗമനം, വിപ്ലവമായിരുന്നു. നിങ്ങളെൻ്റെ കണ്ണ് നശിപ്പിച്ചാൽ നിൻ്റെ ഗോത്രം ഞാൻ നശിപ്പിച്ചു കളയും, അത് പിന്നെ നിന്നെ ഞാൻ നശിപ്പിച്ചു കളയും എന്നുള്ളതായി. അപ്പോൾ മോശ പറഞ്ഞു, നിൻ്റെ കണ്ണൊരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നീ എന്തിനാ ആളെ കൊല്ലണത്, അയാളുടെ കണ്ണൊരെണ്ണം നീ കളഞ്ഞു. അതൊരു വിപ്ലവാത്മകമായിട്ടുള്ള ലോകചരിത്രത്തിലെ സാംസ്കാരിക നവോത്ഥാനങ്ങളിലൊന്നായിരുന്നു. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, ആ ഒരു നിയമത്തെയും പരിഷ്കരിക്കുകയാണ് ക്രിസ്തു വന്നിട്ട്. നമുക്ക് ഭാരതത്തിൽ ബുദ്ധദേവൻ്റെ കഥ അതിനു മുമ്പ് തന്നെ നമുക്ക് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പറയാൻ സാധിക്കും. നിൻ്റെ ഒരു കണ്ണ് കളഞ്ഞാൽ നീ ക്ഷമിക്കുക, നീ അയാളെ കൊല്ലാൻ പോകരുത്, അയാളുടെ ഗോത്രം നശിപ്പിക്കരുത്, അയാളെ കൊല്ലരുത്, അയാളുടെ കണ്ണെടുക്കരുത്, അതിന് പകരം നീ ക്ഷമിക്കുക, അയാളെ അപ്പോഴും സ്നേഹിക്കുക എന്നുള്ള ഒരു നിലയിലേക്കാണ് ക്രിസ്തുദേവനും ബുദ്ധഭഗവാനും അതിനുശേഷം മഹാത്മാഗാന്ധിയുമെല്ലാം ലോകത്തെ പഠിപ്പിച്ചത്. ലോകത്തിന് അതുവരെ അത് ചിന്തിക്കാൻ കഴിയാതിരുന്നൊരു കാര്യമാണ്. കോലയ്ക്ക് കോല, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഇതിൽ നിന്നുള്ള വലിയ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തുവിലൂടെ ബുദ്ധദേവനിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയും, സമരമെന്നും പറയും. ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരമാണ് നടന്നത്. ലോകത്തിൽ ആദ്യമായിട്ടാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടക്കുന്നത്. അതുവരെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജനങ്ങൾക്കൊരു പങ്കുമില്ല, പട്ടാളക്കാർക്ക് മാത്രമേ പങ്കുള്ളൂ. പിന്നെ ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങിയിട്ട് ജനങ്ങൾ നശിക്കാനുള്ളവരായിട്ട് മാത്രം, എത്രത്തോളം ജനങ്ങളെ കൊല്ലുന്നോ അത്രത്തോളം ആ രാജ്യത്തെ നശിപ്പിക്കുന്നു, പിടിച്ചെടുക്കാൻ കഴിയുന്നു. ജനങ്ങളെയല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ഫാക്ടറികൾ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങളെയാണ് വേണ്ടത്. അങ്ങനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തലത്തിലേക്ക് മാറിയപ്പോൾ ഇപ്പോൾ ഭാരതത്തിലാണെങ്കിൽ പടപ്പാട്ട് പാടി സമരപ്പാട്ടും പാടിയിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഗാന്ധിജി, അത് പലർക്കും സ്വീകാര്യമായിരുന്നില്ല. നടക്കുകയില്ല എന്നാണ് അന്ന് നല്ലൊരു ശതമാനം ആളുകൾ വിശ്വസിച്ചത്. അഹിംസയും പറഞ്ഞ് ചർക്കയിൽ നൂല് നൂറ്റിരുന്നാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ? നെഹ്റു പോലും സംശയക്കാരനായിരുന്നു. പിന്നെ ഈ മനുഷ്യൻ്റെ കൂടെ ജനങ്ങളെല്ലാം കൂടുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞങ്ങളും ഇയാളുടെ കൂടെയൊക്കെ നിൽക്കുന്നു എന്നുള്ളൊരു തരത്തിലല്ലാതെ നല്ലൊരു ശതമാനം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഈ ഗാന്ധി മാർഗം നല്ലതാണെന്നോ ഗാന്ധിയുടെ വഴി ഇഫക്റ്റീവാണെന്നോ ജയിക്കുമെന്നോ കരുതിയിട്ടേയില്ല. പക്ഷേ പതുക്കെ പതുക്കെയാണ് ഗാന്ധിജി ജനങ്ങളെ ഉണർത്തുന്നത്. വെറും കാലണ വിലയുള്ള തക്ലിയെടുത്ത് പാവപ്പെട്ടവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവരോടത് നൂല് നൂപ്പിക്കുകയാണ്. ആ നൂല് കൊണ്ട് നെയ്ത്ത് തുണി ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ്സുകാരോട് പറയുകയാണ്, ഇത് ഇന്ത്യയിലെ പട്ടിണി കിടക്കുന്നവനുണ്ടാക്കിയ തുണിയാണ്. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തിന് വേണ്ടി ബ്രിട്ടീഷ് കമ്പനികളിലെ വസ്ത്രം ഉപയോഗിച്ചാൽ നിങ്ങളുടെ കാശ് ആരുടെ കയ്യിലേക്ക് പോകും? അവരതുകൊണ്ട് എന്തു ചെയ്യും? കൂടുതൽ തോക്കുകൾ വാങ്ങി നിങ്ങളുടെ നേരെ ചൂണ്ടും. അതുകൊണ്ട് ബ്രിട്ടീഷ് വസ്ത്രങ്ങൾ തീയിലിട്ട് ദഹിപ്പിക്കുക, വിദേശികളുടെ വസ്ത്രങ്ങൾ തീയിലിട്ട് കത്തിക്കുക. നാടൻ, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവനുണ്ടാക്കുന്ന വസ്ത്രം അത് ക്ലിക്ക് ചെയ്തു. മലകളോളം ഉയരത്തിലാണ് നഗരങ്ങളിലെല്ലാം ആളുകൾ വിദേശ വസ്ത്രം കൊണ്ടുപോയി എറിഞ്ഞിട്ടിട്ട് തീ കൊളുത്തുകയാണ്. എന്നിട്ട് പകരം ഖാദി, ചാക്ക് പോലെ ഇരിക്കും ആദ്യത്തെ ഖാദി, ആ വസ്ത്രങ്ങൾ മേടിച്ച് ഒരു ദേശാഭിമാനത്തിൻ്റെ പുത്തൻ ഉണർവ്
ആളുകളുടെ മനസ്സിൽ വരികയാണ്. നിങ്ങൾക്കറിയാവോ, ഒരു മീറ്റർ ഖാദി തുണിക്ക് എന്ത് വിലയുണ്ട്? 100-200 രൂപ വരും. മേടിച്ചിടാൻ പറ്റുമോ? വില ഭയങ്കരമല്ലേ? പോളിസ്റ്റർ ആണെങ്കിലോ 50 രൂപ തുടങ്ങിയിട്ട് നമുക്ക് റെഡിമെയ്ഡ് ഷർട്ട് വരെ കിട്ടുന്നൊരു കാലമാണ്. ഒരു ഖാദി വർക്കർ നെയ്യാനിരുന്നാൽ ഖാദി തൊഴിലാളിക്ക് ഒരു ദിവസം എത്ര മീറ്റർ തുണി നെയ്യാനാകുമെന്നറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? 5 മീറ്റർ തുണി നെയ്യാൻ പറ്റും. ആ 5 മീറ്റർ തുണി നെയ്താൽ ഒരാൾക്കൊരു കൂലി തന്നെ എന്ത് കിട്ടണം ഒരു ദിവസത്തേക്ക്? ഇന്ന് എന്ത് തൊഴിലും പോയാലും 1000 രൂപ കൂലിയുണ്ട്. അപ്പോൾ ഈ നെയ്ത്തിൻ്റെ കൂലി മാത്രം 1 മീറ്ററിൽ എത്ര വരേണ്ടതുണ്ട്? ന്യായമായ നീതിപൂർവമായ വിലയിടുകയാണെങ്കിൽ 1 മീറ്ററിന് 200 രൂപ അപ്പം തന്നെ വന്നോ? പിന്നെ ഈ പഞ്ഞി കൃഷി ചെയ്ത ആൾക്ക് കൊടുക്കണം, അയാൾക്ക് ജീവിക്കണം. അതിൽ നിന്ന് പഞ്ഞി പറിച്ച് ഉണക്കി പൂണി തിരിയാക്കിയവരുണ്ട്, ആ തിരിയിൽ നിന്ന് നൂലാക്കിയവരുണ്ട്, ആ നൂലിൽ നിന്ന് നെയ്തവന് തന്നെ കിട്ടണം 1 മീറ്ററിന് 200 രൂപ. പിന്നെ അത് തുണി കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്തവർ, നിറം മുക്കിയവരുണ്ടാകും. അത് വിൽക്കാൻ വെച്ചേക്കണ കടയിലിരിക്കുന്നവർക്ക് കടയുടെ വാടക, കരണ്ട് കാശ്. അപ്പോൾ ഇപ്പോഴും ഖാദി തൊഴിൽ മേഖലയിലെ ആളുകൾക്ക് തുച്ഛമായ വരുമാനം കൊടുക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അതിന് 1 മീറ്ററിന് 200 രൂപ വില പറഞ്ഞാൽ തന്നെ ആളുകൾ ഇട്ടിട്ട് പോവുകയാണ്. കാരണം നമ്മൾ നമ്മുടെ ദേശത്തെ, നമ്മുടെ സ്വദേശത്തെ, നമ്മുടെ ജനങ്ങളെ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെയൊക്കെ മറന്നുപോയ ഒരു ജനതയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആലോചിക്കുന്നത് അണാപൈ കണക്കിലാണ്, നീതിയിലല്ല. അപ്പോൾ ഈ തുണി ഗാന്ധിജി തന്നെ ഈ ഖാദി നെയ്യാൻ ആളോട് പറയുന്നതിൻ്റെ പിന്നിലൊക്കെയുള്ള കഥ നമ്മുടെ ആളുകൾക്ക് അറിയില്ല. ബ്രിട്ടീഷുകാരുടെ ഭരണം 100 കൊല്ലമാകുന്നതോടെ നെയ്യുന്ന പ്രക്രിയയൊക്കെ ആളുകൾ മറന്നു. ലോകത്തെ രാജകുമാരിമാർ ഇന്ത്യയിൽ നിന്നുള്ള കപ്പൽ വരുന്നതും കാത്തു നിൽക്കുമായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള കപ്പലുകൾ വരുമ്പോഴാണ് സൗന്ദര്യ സംവർദ്ധക സാധനങ്ങൾ, ഫാഷനുകൾ ലോകത്തുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ധാക്ക മസ്ലിൻ, ഒരു സാരി ഒരു മോതിരത്തിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്നത്ര നേർത്ത വസ്ത്രങ്ങൾ നെയ്യുന്നവരുണ്ടായിരുന്നു. അവരെയൊക്കെ ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചു, തള്ളവരിൽ മുറിച്ചു, മേലിൽ നെയ്യരുത്. അങ്ങനെ കൊടും ക്രൂരത ചെയ്തിട്ടാണ് ലങ്കാഷെയറിലെയും മാസ്റ്റഞ്ചറിലെയും ബ്രിട്ടീഷ് കമ്പനികളിലെ തുണികൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാൻ അവർക്ക് സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നിടുന്ന പോളിസ്റ്റർ, നൈലോൺ വസ്ത്രങ്ങളെല്ലാം പ്രകൃതിയെ നശിപ്പിച്ചുണ്ടാക്കുന്ന ഫൈബറാണ്, പെട്രോ കെമിക്കലിനാണ്, പെട്രോളിയം ഫൈബറാണ് നൈലോൺ, സിൽക്ക്, പോളിസ്റ്റർ വസ്ത്രങ്ങൾ. മറ്റുള്ള വസ്ത്രങ്ങളാണ് മരം വെട്ടിയിട്ട് കോട്ടൺ, ഫാക്ടറി കോട്ടൺ ആണെങ്കിൽ മരം വെട്ടി പൾപ്പാക്കിയിട്ടാണ് മാവൂർ ഗോളി റയോൺസൊക്കെ ചെയ്തത്, അങ്ങനെയാണ്. പക്ഷെ ഖാദി എന്ന് പറയുമ്പോൾ ചെടികൾ നട്ടു വളർത്തി പരിലാളിച്ചുകൊണ്ടാണ് പ്രകൃതി സൗഹാർദ്ദ വസ്ത്രമാകുന്നത്, അങ്ങനെയാണ്. ഇപ്പോൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അന്വേഷണം തുടങ്ങി, പലരെയും പല ഭാഗത്തേക്കും വിട്ട് ഗ്രാമങ്ങളിൽ അന്വേഷിക്കുമ്പോൾ ബീഹാറിലെ ഒരു ഗ്രാമത്തിൽ ഒരു പഴയ വീടിൻ്റെ തട്ടിമുകളിൽ ഒരു ചർക്ക കണ്ടുപിടിച്ചു. അതൊരു ഭയങ്കര വലിയൊരു സാധനമാണ്. ഇന്നത്തെ ചർക്ക വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു അപരിഷ്കൃത സാധനമാണ്. എടുപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് നൂല് നോക്കാനോ നെയ്യാനോ ആർക്കും അറിഞ്ഞുകൂടാ, അതറിയുന്നവരില്ല. പിന്നെ അന്വേഷണം നടത്തി വളരെ പഴയ ഒരു അമ്മൂമ്മയെ കെട്ടി അവരിൽ നിന്ന് ഗാന്ധിജി പഠിച്ചു, ഗാന്ധിയിൽ നിന്ന് കസ്തൂർബ പഠിച്ചു. അങ്ങനെയാണ് ഈ വസ്ത്രത്തിൻ്റെ, ഖാദി വസ്ത്രത്തിൻ്റെ പുനരുദ്ധാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വജ്രായുധമായിട്ട് മാറി ഖാദി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ഇതാണ്. ഇതുപോലെ എത്രയോ സുന്ദര കഥകളാണ് മഹാത്മാഗാന്ധിയുടെ പ്രചോദനം കൊണ്ട് നാട് മുഴുവൻ, ഇന്ത്യ മുഴുവനും, ഗ്രാമങ്ങൾ മുഴുവനും ഉണർന്നത്. എത്രയായിരം മനുഷ്യർ, കെ കേളപ്പൻ, കേരള ഗാന്ധി, ഇക്കണ്ട വാര്യർ, ലിസ്റ്റ് പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ. ഉപ്പ് സത്യാഗ്രഹത്തോടെ ഇന്ത്യ ഒട്ടാകെ ഉണർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ കൊച്ചു കുട്ടികൾ വരെ
ആ പോലീസിനെ പേടിയൊക്കെ മാറി കളിയാക്കി ഓടുന്ന അവരുടെ മുമ്പിൽ വെച്ച് ഭാരത് മാതാക്കി ജയ് വിളിക്കുന്ന മഹാത്മാഗാന്ധി സിന്ദാബാദ് വിളിക്കുന്നൊരവസ്ഥയിൽ അയിത്തത്തിനെതിരായിട്ടുള്ള ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. AKG കേളപ്പജിയുടെ അനുയാജിയായിട്ട് EMS സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ്സിലായിരുന്നു. അപ്പോൾ ഈ ഒരു പോരാട്ട വീര്യം, അത് കഴിഞ്ഞ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, ആദ്യം തന്നെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന ഗാന്ധിക്ക് ബ്രിട്ടീഷുകാരുടെ ക്വിറ്റ് ഇന്ത്യ പറഞ്ഞുകൂടായിരുന്നു? നമ്മളൊക്കെ കരുതുന്ന ഒരു കാര്യമാണ്. ഒന്നും നടക്കുക. അവസാനം ജനങ്ങളെല്ലാം ഉണർന്നു എന്ന് കണ്ടപ്പോൾ പറയുകയാണ്, കടക്ക് പുറത്ത് ക്വിറ്റ് ഇന്ത്യ, ഗെറ്റ് ഔട്ട് പോലും അല്ല. അത് അഴീക്കോട് സാറ് പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗെറ്റ് ഔട്ടാണ് സായിപ്പിന് അറിയാവുന്നതിൽ ഏറ്റവും പ്രകോപനകരമായിട്ടുള്ള ഗെറ്റ് ഔട്ടാണ് ഇത്. അതുമല്ല, ക്വിറ്റ് ഇന്ത്യ. എന്താ ഇന്ത്യയിലെ മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ ഇതിഹാസം രചിച്ചു, ലോകം കോരിത്തരിച്ച് നോക്കി നിന്നു. അക്രമരഹിതമായി ലോകത്താദ്യം നടന്ന മഹായുദ്ധം, സ്നേഹത്തിൻ്റെ യുദ്ധം. അങ്ങനെയാണ് ഗാന്ധിജിയെ ലോകമൊട്ടാകെ ആരാധിക്കാനും ആദരിക്കാനും. ലോക രാഷ്ട്രീയ തലവന്മാരെല്ലാവരും കൂടെ കൂടിയാൽ അവിടെ ഉയരുന്ന ഒരേ ഒരു പേര്, ഒരേ ഒരു ചിത്രം മഹാത്മാഗാന്ധിയുടേതാണ്. മാരിറ്റ്സ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് ഉന്തിയിട്ട ആ വീഴ്ചയിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിൽ നിന്ന് മഹാത്മാഗാന്ധിയിലേക്കുള്ള വളർച്ചയുടെ ബീജമൂതിക്കുന്നത്. നെഹ്റുവും വിദേശത്ത് പോയിട്ടുണ്ട്. രണ്ടുപേരും ഉന്നത കുലജാതരാണ്. ഗാന്ധിജി രാജാവിൻ്റെ ദിവാൻ പേഷ്കാരുടെ മകനാണ്. എന്താണ്, ഇതുപോലുള്ള വികസന ഭ്രമങ്ങളിലൊന്നും ഇല്ലാത്ത, അറിയാൻ പാടില്ലാത്ത, അങ്ങനെ ഒരു ജീവിത ശൈലി ഇല്ലാത്തൊരു മനുഷ്യനല്ല. ആ ഒരു തലത്തിൽ നിന്നാണ് അയിത്തക്കാരൻ്റെ നിലയിലേക്ക് ആ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് അവരോടൊപ്പം നടക്കാൻ നോക്കുന്നത്. ലോകത്ത് അയിത്തക്കാരൻ്റെ വസ്ത്രം ധരിച്ച് ഒരേ ഒരു മഹാനേ ഉള്ളൂ. ബാക്കി പലരും കോട്ടും സ്യൂട്ടുമായിട്ട് കയറിപ്പോകുമ്പോൾ ഇതെല്ലാം ഊരിക്കളഞ്ഞ് അവരിലൊരാളായിട്ട്. അവരുടെ ഭക്ഷണം, ഗാന്ധിജി ലോകത്തിന് സമ്മാനിക്കുന്ന തൊഴിൽ രീതി ഏതാ? അയിത്തക്കാരൻ്റെ തൊഴിൽ രീതിയാണ്. ആദിവാസിയുടെ, ഹരിജൻ്റെ, അയിത്തക്കാരൻ്റെ തൊഴിൽ രീതിയാണ് ഗാന്ധി ഉയർത്തി കാണിക്കുന്നത്. അവൻ്റെ ഭക്ഷണ രീതി, അവൻ്റെ ചികിത്സാ രീതികൾ. പക്ഷെ ആ രീതിയിൽ അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗാന്ധിജി തന്നെയാണ് ഇന്ത്യയിൽ പ്രകൃതി ചികിത്സയുടെ പിതാവ്. നമ്മളീ പറയുന്ന പ്രകൃതി ചികിത്സ നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മളെ പഠിപ്പിച്ചതാണ്. ഇവിടെ രാഷ്ട്രവിരുദ്ധരായ മനുഷ്യർ മന്ത്രിമാരായി കയറി ഇരിക്കുമ്പോൾ രാഷ്ട്രപിതാവിൻ്റെ പ്രകൃതി രീതി പറയുന്ന ഞങ്ങളെ പിടിച്ച് ജയിലിലിടുകയാണ്. എന്താ പരിഹാസം, എന്താ എതിർപ്പ്! അത് ഞങ്ങളോട് മാത്രമല്ല, ഗാന്ധിയൻ രീതിയോട് മൊത്തം അവർക്കുള്ള മനോഭാവം അതാണ്. അപ്പോൾ നീതിയുടെ വിളയാട്ടം, ആരോഗ്യരംഗത്ത് ആരോഗ്യ സ്വരാജ്. അപ്പോൾ ഗാന്ധിജി സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. സ്വാശ്രയത്വം, സ്വാവലംബനം, സ്വയം പര്യാപ്തത, സ്വരാജ്. സ്വരാജ് നേടണം, സ്വയംഭരണം നേടണം. അങ്ങനെ വേണമെങ്കിൽ സ്വാശ്രയത്വം വേണം. ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് അല്ല ആന്ധ്രയിൽ നിന്ന് അരി വരും. ആന്ധ്ര അരി ലോറി വന്നില്ലെങ്കിൽ പട്ടിണി, അടിമത്തമാണ്. എന്നിട്ട് നമുക്ക് വേണ്ടവ നമുക്കുണ്ടാക്കാൻ സാധിക്കണം. നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടവ നാം ഉണ്ടാക്കും, വാങ്ങിക്കും. അയൽനാട്ടിലെ ഉൽപ്പന്നങ്ങൾ അടുത്ത പടിയായി വാങ്ങും നാം. ദേശവിദേശ കുത്തകകൾ വേണ്ടാന്ന് നമ്മൾ പറയണ്ട. പിന്നെ മതി വൈപ്പിൻ കരയുടെ മുകളിൽ പുതിയൊരു സൂര്യനുദിക്കുന്നു, പുതുകിരണപ്പൊൻ. അങ്ങനെ ഞങ്ങൾ എഴുതിയിരുന്ന പാട്ടാണത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ടാൽ നമ്മുടെ സ്വാതന്ത്ര്യം അടിമകളുടെ സ്വാതന്ത്ര്യമായിരിക്കുമെന്ന് പറഞ്ഞതാരാ? നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാണ്
മഹാത്മാഗാന്ധിയാണ്. അതും കേട്ടില്ല കോൺഗ്രസ്, അതും കേട്ടില്ല ഇന്ത്യയിലെ ഭരണാധികാരികൾ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ 18ാമത്തെ നിർദ്ദേശം, ഏതെങ്കിലും ഒരു അംഗം മദ്യപാനിയാണെന്ന് കണ്ടാൽ പാർട്ടിയുടെ പണിമുടക്ക് പൊളിക്കുന്നവൻ അസാൻമാർഗി എന്നീ നിലകളിൽപ്പെടുത്തി ഉടനടി ആ അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ്. ആ ഭരണഘടനയുള്ള പാർട്ടിയുടെ ഒരു നേതാവ് പറയുകയാണ് കള്ള് പോഷകാഹാരമാണ്, എന്നാൽ അയാളൊന്ന് കുടിച്ച് കാണിച്ചതാ, അവർ കുടിക്കുകയല്ല. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർ എനിക്ക് കൃത്യമായിട്ട് പറയാൻ ഉറപ്പില്ല, എന്നാലും കുടിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ വലിയൊരു നിയമം. എന്നിട്ട് പറയുകയാണ് നാട്ടുകാർ മുഴുവൻ കുടിക്കണം. ബിവറേജസ് കോർപ്പറേഷൻ്റെ 4 മാനേജർമാർക്ക് ഈ ഭരണഘടനയുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് നോട്ടീസ് കിട്ടി, എന്തുകൊണ്ട് നിങ്ങളുടെ വിൽപ്പന കുറഞ്ഞു, കൂട്ടണം, ഇല്ലെങ്കിൽ തന്നെ പുറത്താക്കുമെന്നാണ്. നാട്ടുകാരെ ഓടിച്ചിട്ട് കുടിപ്പിക്കുകയാണ് കാശുണ്ടാക്കാൻ. ഇന്ത്യ ഭരിക്കാൻ വന്നവർ ഗുജറാത്തിൽ അതിനുശേഷം മദ്യം വിറ്റിട്ടില്ല, പക്ഷേ അതിർത്തിയിലെല്ലാം വിറ്റ് അങ്ങോട്ട് കയറ്റിയാൽ എത്ര തടയാൻ പറ്റും? നിതീഷ് കുമാർ ബീഹാറിൽ മദ്യനിരോധനം കൊണ്ടുവന്നു, അതിൻ്റെതാ മെച്ചം ഗുജറാത്തിനും ബീഹാറിന് ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എത്ര മദ്യപാനികളുടെ വീട്ടിൽ ഇപ്പം പത്രം മേടിക്കുന്നുണ്ട്? എത്ര മദ്യപാനികളുടെ വീട്ടിൽ നല്ല TV ഉണ്ട്? അതും കൊണ്ട് വിറ്റ് കുടിക്കുകയല്ലേ. എത്ര മദ്യപാനികൾ പുസ്തകം വായിക്കും? എത്ര മദ്യപാനികളുടെ കയ്യിലും മൊബൈൽ നല്ലത് വാങ്ങിക്കും? എല്ലാം വിറ്റ് തുളച്ച് കുടിച്ചു തീരാൻ മതിയാവാണ്ട് അച്ഛൻ മകനെ കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, അച്ഛനും മകനും സഹോദരനും കൂടെ മദ്യപാനിയായ അടുത്ത മകനെ കൊല്ലുന്നു. നമ്മുടെ നാടിനെ അവർ കുട്ടിച്ചോറാക്കി. ഇപ്പോൾ മദ്യത്തിൽ നിന്ന് പ്രമോഷൻ കിട്ടി മയക്കുമരുന്നുകളിലേക്ക് കുട്ടികൾ വരെ വീണു. ഈ കുടിയന്മാർ, കുടിപ്പിക്കാനിരുന്ന സർക്കാരുകൾ ഗാന്ധിയെ തള്ളിമാറ്റി മറന്ന്. അപ്പോൾ നമ്മൾ പറയുന്ന പ്രകൃതി ജീവനം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വയം പര്യാപ്തതയുടെ പ്രഖ്യാപനമാണ്. പ്രകൃതി ജീവനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രോഗങ്ങളില്ല.